ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാക്കീസ് നെസ്റ്റ്. കുഴിയും കുക്കറും ഒന്നുമില്ലാതെ വീട്ടിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി മന്തി റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളിയും ഒരു സവാളയുടെ പകുതിയും ഒരു 5-8 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഒരു കൈപ്പിടി മല്ലിയിലയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായി അരിഞ്ഞതും 1/2 ടീസ്പൂൺ മന്തി മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ഒരു മാഗി ക്യൂബ്, 2 ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത തൈര് എന്നിവ ചേർത്ത് മഷി പോലെ അടിച്ചെടുക്കുക. അടിച്ചു വെച്ച ഈ മിക്സിൻ്റെ പകുതി നമ്മൾ കഴുകി മാറ്റി വെച്ച 1/2 കിലോ ചിക്കനിലേക്ക് ചേർത്ത് അല്പം ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഗരം മസാല ആഡ് ചെയ്യുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഞാനിപ്പോൾ ഇവിടെ 250 മില്ലിയുടെ കപ്പിൽ 2 കപ്പ് സെല്ല ബസ്മതി റൈസ് വെച്ചിട്ടാണ് മന്തി തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് സെല്ല റൈസ് ഒരു പാത്രത്തിലിട്ട് കഴുകി അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചു. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് മുഴുവനെയുള്ള ഗരം മസാല ചേർത്ത് കൊടുത്തു. നമ്മൾ ഇട്ട് കൊടുത്ത ഹോൾ സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 മാഗി ക്യൂബിൻ്റെ പീസും 1 ടീസ്പൂൺ മന്തി മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം വഴറ്റി അതിലേക്ക് നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള കപ്പിൽ 3 കപ്പ് വെള്ളം കൂടി ചേർത്ത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തിളക്കാനായി അടച്ചു വെക്കുക. ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ പൊരിച്ചെടുക്കാം. അതിനു വേണ്ടി മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നിരത്തി വെച്ച് കൊടുക്കുക. ചിക്കൻ്റെ ഒരു സൈഡ് പൊരിഞ്ഞ് വന്നാൽ മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും അതുപോലെ പൊരിച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ തിളക്കാനായി വെച്ച വെള്ളം നല്ലോണം വെട്ടിത്തിളക്കുന്നുണ്ടാകും. അതിലേക്ക് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച റൈസ് മുഴുവനായി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ കൂടി ചേർത്ത് പാത്രം അടച്ചു വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ആ സമയത്ത് നമ്മൾ പൊരിയാൻ വെച്ച ചിക്കൻ ഒരു സൈഡ് പാകത്തിന് പൊരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഈ ചിക്കൻ ഒന്ന് മറിച്ച് വെച്ച് കൊടുത്ത് അപ്പുറത്തെ സൈഡ് കൂടി പൊരിയാനായി വെക്കുക. 10 മിനിറ്റിന് ശേഷം നമ്മൾ വേവാൻ വെച്ച റൈസിൻ്റെ അടപ്പൊന്ന് തുറന്നു നോക്കുക. ഈ സമയത്ത് നമ്മൾ ഇട്ട റൈസും അതിലേക്ക് ഒഴിച്ച വെള്ളവും ഈക്വലായി വന്നിട്ടുണ്ടാകും. ആ സമയം റൈസ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം പാത്രം ഒന്നുകൂടി അടച്ചു വെച്ച് റൈസ് ഒരു 90% വേവാവുന്നത് വരെ വേവിച്ചെടുക്കുക. ഏകദേശം 5 to 10 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും പാകത്തിന് വെന്തിട്ടുണ്ടാകും. നമ്മൾ റൈസ് ഇപ്പോൾ ഇവിടെ 90% വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ റൈസ് ഒന്ന് അല്പം മാറ്റിയതിന് ശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി അരച്ചു വെച്ച മിക്സിൻ്റെ
ബാക്കി പകുതി ഇതിലേക്ക് ചേർത്ത് റൈസ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ അതിലുള്ള ഓയിലോട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 5-6 പച്ചമുളക് ഇതുപോലെ റൈസിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി അല്പം ചാർക്കോൾ കത്തിച്ച് ഒരു പഴകിയ പാത്രത്തിൽ വെച്ച് അല്പം ഓയിൽ കൂടി ഒഴിച്ച് പുകച്ച് ഒന്ന് പാത്രം അടച്ചു വെച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് ദം ചെയ്തെടുക്കുക. അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഒരു വെറൈറ്റി ചിക്കൻ മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ടാകും. റൈസ് ഏകദേശം ഒന്ന് ചൂടാറി വരുമ്പോൾ പാത്രത്തിൻ്റെ അടപ്പ് മാറ്റി ചാർക്കോൾ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ റൈസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടോടുകൂടി റൈസ് മിക്സ് ചെയ്താൽ റൈസ് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റൈസ് ഒന്ന് ചൂടാറിയ ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച വെറൈറ്റി ആയിട്ടുള്ള ഒരു മന്തി സെർവ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിൽ മന്തി തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ രീതിയിൽ മന്തി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഇതിൽ പറഞ്ഞതുപോലെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും കൊടുക്കുകയാണെങ്കിൽ അടിപൊളി റൈസ് ലഭിക്കുന്നതാണ്. ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസിനായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.